الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിന്ന് സൂറത്ത് യൂനുസിലെ 42-43 സൂക്തങ്ങൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومنهم من يستمعون إليك أفأنت تسمع الصم ولو كانوا لا يعقلون. ومنهم من ينظر إليك أفأنت تهدي العمي ولو كانوا لا يبصرون. ومنهم അവരിലുണ്ട് മൻ ചില ആളുകൾ യസ്തമിഊന ഇലൈക അവർ താങ്കളെ ശ്രദ്ധിച്ചു കേൾക്കുന്നു. അഫ അന്ത അപ്പോൾ താങ്കളാകുമോ തുസ്മിഉ സുമ്മ ബധിരനെ ചെവി കേൾക്കാത്തവനെ കേൾപ്പിക്കുന്നവനാകുമോ. വലൗ കാനൂ ലാ യഅഖിലൂൻ അവർ ബുദ്ധി ഉപയോഗിക്കാത്തവരുമാണെങ്കിൽ പിന്നെ അത്തരക്കാരെ കേൾപ്പിക്കാൻ കഴിയും. വമിൻഹും പിന്നെ അവരിലുണ്ട് മൻ ചിലർ യൻളുറു ഇലൈക താങ്കളെ അവർ നിരീക്ഷിക്കുന്നു, താങ്കളെ അവർ നോക്കുന്നു. അഫ അന്ത തഹ്ദിൽ ഉമ്യ അഫ അന്ത അപ്പോൾ താങ്കളാകുമോ തഹ്ദിൽ ഉമ്യ അന്ധന് വഴി കാണിച്ചു കൊടുക്കുന്നവൻ. വലൗ കാനൂ ലാ യുബ്സിറൂൻ അവർ കാണാത്തവരാണെങ്കിൽ, കാണാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ വഴി കാണിച്ചു കൊടുക്കുവാൻ പറ്റുമോ. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉറങ്ങണോനെ ഉണർത്താം, ഉറക്കം നടിക്കണോനെ പിന്നെ ഉണർത്താൻ വഴിയില്ലല്ലോ. നമ്മളെ പറയണം. അതേമാതിരിയുള്ള വളരെ അത്ഭുതകരമായൊരു പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിരിക്കുന്നത്. ഈ രണ്ട് സൂക്തങ്ങളെയും രണ്ട് വീക്ഷണകോണിലൂടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ച 40-ാമത്തെ ആയത്തിലേക്ക് ചേർത്തുകൊണ്ട് വമിൻഹും മൻ ഇന്നലെ മനസ്സിലാക്കി വമിൻഹും മൻ യുഅ്മിനു ബിഹി വമിൻഹും മൻ ലാ യുഅ്മിനു ബിഹി. അവരുടെ കൂട്ടത്തിൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. വറബ്ബുക അഅലമു ബിൽ മുഫ്സിദീൻ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ അള്ളാഹുവിനറിയാം. 40-ാമത്തെ ആയത്ത് അതിനോട് ചേർത്തുകൊണ്ട് ഈ രണ്ടായത്തുകളെ വിശദീകരിച്ചവരുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുബന്ധമാണ് ഈ രണ്ട് സൂക്തങ്ങളെന്ന് പറഞ്ഞവരുണ്ട്. നമ്മൾ സമൂഹത്തിനിടയിൽ ജീവിക്കുമ്പോൾ പല കാര്യങ്ങളും കാണും, പലതും കാണും, പലതും നമ്മൾ കേൾക്കും. കാണുന്നതും കേൾക്കുന്നതും ചിലതൊക്കെ നമ്മുടെ മനസ്സിലങ്ങോട്ട് പതിയും. അത് കാഴ്ചയായിരുന്നാലും കേൾവിയായിരുന്നാലും ജീവിതകാലത്ത് ഒരിക്കലും മനസ്സിൽ നിന്നത് പോകില്ല. ആ കാഴ്ച അല്ലെങ്കിൽ ആ കേൾവി, അങ്ങനെയുള്ള ചില സംഗതികളുണ്ട്. ചിലതൊക്കെ നമ്മളെ നല്ലവണ്ണം സ്വാധീനിക്കും. ചിലപ്പോൾ ഒരു കുട്ടി പറഞ്ഞ വർത്തമാനമായിരിക്കും, ചിലപ്പോൾ ഒരു സാധാരണക്കാരൻ പറഞ്ഞ വർത്തമാനമായിരിക്കും, ചിലപ്പോൾ ഒരു പണ്ഡിതൻ്റെ പ്രഭാഷണമായിരിക്കും, ചിലപ്പോൾ ഒരു മേലുദ്യോഗസ്ഥൻ്റെ എന്തെങ്കിലും നിർദ്ദേശമായിരിക്കും, അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ അഭിപ്രായമായിരിക്കും. അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടാകും. പലപ്പോഴും നമുക്ക് മനുഷ്യന്മാർ നിരീക്ഷിക്കുന്ന ആളുകൾ അത്തരത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചിലതോ അത് നമ്മൾ ഒരു ചെവി കൂടെ കേൾക്കും, മറ്റേ ചെവി കൂടെ കിട്ടും, അവഗണിക്കും. അത് കാര്യമാണെങ്കിൽ പോലും, ഗുണമുള്ളതാണെങ്കിൽ പോലും, നന്മയുള്ളതാണെങ്കിൽ പോലും അതിനെ അവഗണിക്കുകയും ചെയ്യും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. എനിക്കൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയാൽ അത് പാലിക്കാൻ സന്നദ്ധരാവാതെ പറഞ്ഞവനെ നിരൂപണം ചെയ്യുന്ന, അല്ലാഹ് പറഞ്ഞതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചതാണ്, അത് പറയുമ്പോൾ പറഞ്ഞവനെ നിരൂപണം ചെയ്യാം. ഈ പറയുന്ന ആളുകൾ അവർ പ്രവാചകത്വമുള്ളവരൊന്നുമല്ല, മലക്കുകളെ മാറി തെറ്റുപറ്റാത്തവരുമല്ല, ഒക്കെ സാധാരണക്കാർ തന്നെ. നമ്മുടെ നേതാക്കളാവട്ടെ, നമ്മുടെ പ്രഭാഷകരാവട്ടെ, നമ്മുടെ ക്ലാസ് എടുക്കുന്നവരാകട്ടെ, ഒക്കെ സാധാരണക്കാർ തന്നെ.
തെറ്റ് പറ്റൂല എന്ന് ആർക്കും അവകാശം പറയാം. അപ്പോൾ നിരൂപണം ചെയ്യുകയും എന്നിട്ട് പൂർവാധികം വാശിയോടുകൂടി തൻ്റെ ആ എന്താണ് പറയുക, വഴികേട് എന്ന് പറയാൻ വയ്യ, തൻ്റെ ആ തെറ്റായ ധാരണയിൽ തെറ്റായ പ്രവർത്തനത്തിൽ തന്നെ നിരതനാവുകയും ചെയ്യും. ഒരു വാശിയോട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇതെന്തുകൊണ്ടാണ്? പറയുന്ന ആൾക്കാരോടുള്ള വെറുപ്പോ പറയുന്ന ആൾക്കാരോടുള്ള ആദരവില്ലായ്മയോ സ്നേഹം. അപ്പോൾ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ പ്രബോധനം നടത്തുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കേൾപ്പിക്കുക, അത് അള്ളാഹുവിൻ്റെ കലാമ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആൻ എന്ന് പറയുന്നത് ഒരു ലേഖന സമാഹാരമല്ല, ഖുർആൻ ഒരു പ്രഭാഷണമാണ്. എപ്പോഴും നമ്മൾ അള്ളാഹു നമ്മളോട് നേരിട്ട് പറയുന്നത് പോലെ വേണം ഖുർആൻ മനസ്സിലാക്കാൻ, അതേ മനസ്സിൽ പതിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഖുർആൻ കേൾപ്പിക്കും. ചിലപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വ്യാഖ്യാനം നൽകും, അതിൻ്റെ വിശദീകരണം നൽകും. ആ പറഞ്ഞത് എങ്ങനെ പ്രാവർത്തികമാക്കണം, എന്താണ് അതിൻ്റെ പ്രവൃത്തി രൂപത്തിലുള്ള സ്വഭാവം എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കും. ഹജ്ജൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായത്? ഹജ്ജ് ചെയ്യണം എന്നല്ലേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അത് കാണിച്ചു കൊടുക്കുന്നത് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആവശ്യമുള്ളയിടത്ത് വിശദീകരണം കൊടുക്കും. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യണ മാതിരി അങ്ങോട്ട് ചെയ്യാം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ദിക്റും ദുആയൊക്കെ തിരി ഒച്ചത്തിലാക്കും. എന്തിനാ? കൂടെയുള്ള ആളുകൾ പഠിക്കണം. കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നതനുസരിച്ച്. നിസ്കാരത്തെ പറ്റി പറഞ്ഞിട്ട് അങ്ങനെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസ്വല്ലി. അതന്നെ, ഞാൻ നിസ്കരിക്കണ മാതിരി നിസ്കരിക്കണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും അള്ളാഹു പഠിപ്പിച്ചതാണ് അദ്ദേഹം പറയുന്നതെന്നും അള്ളാഹു പഠിപ്പിച്ചത് പ്രകാരമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ചിന്തിക്കുന്നതെന്നും മനസ്സിലാക്കുന്ന ആൾക്കാർ പ്രവാചകനെ ശ്രദ്ധിച്ചു കേൾക്കും, അവരിൽ വിശ്വസിക്കുന്നു. വമിൻഹും മൻ യസ്തമിഊന ഇലൈക, അത്തരത്തിൽ താങ്കളെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരുണ്ട്. ഒരുപാട് ഉദാഹരണമുണ്ട്. ഖുർആനിലെ ഒരു സൂക്തം ഓതി കേൾപ്പിച്ചാൽ അതുവരെയുള്ള എല്ലാ നിലപാടും തിരുത്തിയിട്ട് അപ്പം മുതൽക്ക് ഖുർആനാണ് എൻ്റെ ആദർശം, അത് നമുക്കും ബാധകമാണ്, എൻ്റെ പാരമ്പര്യം അങ്ങനെയാണ്, ഭൂരിപക്ഷം ആൾക്കാർ ഇങ്ങനെയാണ്. അതൊന്നും ന്യായമല്ല, അതൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹ് പറഞ്ഞത് എന്തോ സ്വീകരിക്കാൻ പറ്റുമോ അങ്ങനത്തെ അള്ളാഹുവിൻ്റെ ദീനിന് ഫലം ചെയ്യുള്ളൂ. അപ്പോൾ വമിൻഹും അവരിലുണ്ട് മൻ ചില ആൾക്കാർ അല്ലെങ്കിൽ കുറേ ആൾക്കാർ യസ്തമിഊന ഇലൈക അവർ താങ്കളെ ശ്രദ്ധിച്ചു കേൾക്കും. എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകൻ പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണെന്നും മനുഷ്യൻ്റെ ഇഹപരക്ഷേമത്തിന് ഗുണത്തിന് ഐശ്വര്യത്തിന് ഉള്ളത് തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഖുർആൻ ഓതുമ്പോൾ ഫൈദ ഖുരിയൽ ഖുർആൻ ഫസ്തമിഊ ലഹു, സൂറത്ത് അഅറാഫിൻ്റെ അവസാനം വന്നിട്ടില്ലേ? അതിന് ഇസ്തിമാ, ശ്രദ്ധിച്ച് കേൾക്കുക. എന്നാൽ അഫ അൻത തുസ്മിഉ സുമ്മ, താങ്കൾക്ക് സുമ്മിനെ കേൾപ്പിക്കാൻ കഴിയുക. സുമ്മ പറഞ്ഞാൽ ചെവി കേൾക്കാത്ത ആളാണ്, ബധിരനാണ്, അയാളെ കേൾപ്പിക്കാൻ എങ്ങനെ താങ്കളെ കൊണ്ട് കഴിയുക? ഇവിടെ ചെവി കേൾക്കാത്തവരെന്ന് പറഞ്ഞത് കേൾക്കേണ്ട മുറപ്രകാരം കേൾക്കാത്തവർ, അല്ലാതെ ചെവി അബൂജഹൽ അവിടെ ഉണ്ടല്ലോ, കേൾക്കാത്ത ആളൊന്നുമല്ല. അബൂലഹബ് അവിടെ ഉണ്ടല്ലോ, കേൾക്കാത്ത ആളൊന്നുമല്ല. ചെവിയൊക്കെ നല്ലോണം കേൾക്കും, കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യും. എന്നിട്ട് അങ്ങനെ ബധിരത നടിക്കും. നമ്മൾ പറഞ്ഞില്ലേ, ഉറക്കം നടിക്കണോനോ ഓർത്താൻ പറ്റൂല, ശ്രദ്ധിച്ച് കേൾക്കൂല എന്ന് നടിച്ചു കൊണ്ടിരിക്കുന്നവരെ കേൾപ്പിക്കാൻ കഴിയില്ല. അഫ അൻത, താങ്കളാണോ? അഫ അൻത, അപ്പോൾ താങ്കളാകുമോ അല്ലെങ്കിൽ താങ്കളാണോ? തുസ്മിഉ, സമിഅ കേട്ടു, അസ്മഅ കേൾപ്പിച്ചു, തുസ്മിഉ കേൾപ്പിക്കുന്നു. തുസ്മിഉ താങ്കൾ കേൾപ്പിക്കുമോ, കേൾപ്പിക്കാൻ സാധിക്കുമോ? അസുമ്മ, സുമ്മിനെ, ബധിരനെ, ചെവി കേൾക്കാത്തവനെ. വലൗ കാനൂ ലാ യഅഖിലൂൻ, അവർ ബുദ്ധി ഉപയോഗിക്കാത്തവരുമാണെങ്കിൽ. ലാ യഅഖിലൂൻ, എന്താണ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന നമുക്കിടയിൽ വളർന്ന ഈ മനുഷ്യൻ പറയുന്നത് എന്ന് ബുദ്ധി കൊടുത്ത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കാർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ലല്ലോ, അദ്ദേഹം നമ്മുടെ അല്ലമീനായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പം 40 വയസ്സ് മുതൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് ഓതി കേൾപ്പിക്കാൻ തുടങ്ങിയത് മുതൽക്കാണല്ലോ അദ്ദേഹം നമ്മുടെ വിരോധിയായത്, നമ്മുടെ പ്രതിയോഗിയായത്, നമ്മുടെ ശത്രുവായത്, അദ്ദേഹം കവിയായത്, മാരണക്കാരനായത്, ഭ്രാന്തനായത്. ഇതുവരെ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് ചിന്തിച്ചൂടെ, ഇത് ഭ്രാന്താണോ ഈ പറയുന്നത്? ഇത് കവിയാണോ ഈ കവിതയാണോ ഓതി കേൾപ്പിക്കുന്നത്? ഇത് മാരണക്കാരൻ്റെ വെറും വർത്തമാനമാണോ? ബുദ്ധി ഉപയോഗിക്കണം. അപ്പോൾ ഇങ്ങനെ 2 തരം ആൾക്കാർ. ഒന്ന് താങ്കളെ ശ്രദ്ധിച്ച് കേൾക്കുന്ന, താങ്കൾ പറഞ്ഞത് അപ്പടി ഉൾക്കൊള്ളുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്രാ മിഅ്റാജ് സംഭവം ഉൾക്കൊണ്ടത്.
ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി മിഅ്റാജ് നടത്തി തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അബൂജഹലും അബൂലഹബൊക്കെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞോ എന്ന് അബൂബക്കർ സിദ്ദീഖിന് അറിയേണ്ടതുള്ളൂ. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. എന്നാൽ അത് തന്നെ ശരി, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതേ നോക്കട്ടുള്ളൂ. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് തന്നെയാണ് അതിൻ്റെ ശരി. ഇത്തരത്തിൽ വിശ്വസിക്കാൻ കഴിയുക. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ മഹാന്മാരായ ആൾക്കാർ അത്ഭുതകരമായ വിധത്തിൽ ഖുർആനിനെ ഉൾക്കൊള്ളുന്ന പ്രവാചകനെ സ്വീകരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ബധിരത നടിക്കുന്നവരെ അത് കേൾപ്പിക്കാൻ താങ്കളെ കൊണ്ട് സാധ്യമല്ല. ഉദാഹരണമായിട്ട് അബൂ താലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സന്ദേശവും അറിയുന്നുണ്ട്, എല്ലാ സന്ദേശവും കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേക ആദരവുണ്ട്, സ്നേഹമുണ്ട്. മൂത്താപ്പയാണ്. അബൂലഹബ് എളാപ്പയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, എളാപ്പയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, നബിൻ്റെ എളാപ്പയാണ്. ആ കൂട്ടത്തിൽ തന്നെ പെട്ട ആളാണ് അബൂ താലിബ് എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെ സഹായിച്ചു, സ്വീകരിച്ചില്ല. അബൂലഹബ് ആകട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെ സഭയിൽ, ഏതൊക്കെ സദസ്സിൽ, ഏതൊക്കെ ആളുകളുടെ അടുത്ത് പോയി ഖുർആൻ കേൾപ്പിക്കുന്നുണ്ടോ, റസൂൽ അവിടുന്ന് പോകേണ്ട താമസം അവിടെ വന്ന് അയാളുടെ വക ഒരു പ്രഭാഷണം. ഭ്രാന്തനാണ്, നമ്മളെ കുടുംബക്കാരനാണ്, പക്ഷെ ഭ്രാന്താണ്. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കേൾപ്പിക്കുന്ന സദസ്സിലൊക്കെ വന്ന് അദ്ദേഹത്തെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഉപദ്രവിക്കുന്നതിലേക്ക് വരെ എത്തുകയും ചെയ്യുന്ന അബൂലഹബ് നബിൻ്റെ എളാപ്പയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ചരിത്രമൊക്കെ എത്ര കൗതുകമുള്ളതാണ്, എത്ര സന്തോഷം പകരുന്നതാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൻ്റെ അന്ന് ബന്ധിയാക്കി പിടിക്കപ്പെട്ടത്. ഉള്ളിൽ ഇസ്ലാം ഉണ്ടെങ്കിലും പുറമേക്കത് പ്രകടിപ്പിച്ചിട്ടില്ല അദ്ദേഹം. ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിൽ അഖബ ഉടമ്പടി നടക്കുമ്പോൾ മദീനയിൽ നിന്ന് ആളുകൾ വന്ന് റസൂലുമായി ചർച്ച നടത്തുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാതെ തന്നെ റസൂലിൻ്റെ സഹായിയായി കൂടെ പോകുകയാണ്. ഒരു എളാപ്പ, എൻ്റെ മോനെ വല്ലതും പറ്റുമോ എന്ന് വിചാരിച്ചിട്ട്, പേടിച്ചിട്ട്. കണ്ടോ, അദ്ദേഹം അന്ന് ഇസ്ലാമിനെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഉള്ളിൽ ഇസ്ലാം ഉണ്ടെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്, പക്ഷേ ഇസ്ലാം ആയിട്ടില്ല, മുസ്ലിം ആയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ബദർ യുദ്ധത്തിന് ശത്രുക്കളുടെ കൂടെ തൃപ്തിയില്ലെങ്കിലും യുദ്ധത്തിന് വന്നത്. ആ അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വന്തം എളാപ്പ. നമുക്കൊക്കെ എളാപ്പാർക്ക് നമ്മൾ വലിയ പദവിയില്ല. കാരണമല്ല കുട്ടികളെ സംരക്ഷണം, അല്ലെങ്കിൽ അനുജൻ്റെ കുട്ടികളെ സംരക്ഷണം ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുടുംബ ബന്ധമുള്ളവർക്കൊക്കെ കഴിയും. അല്ലാതെ പലവിധ ചിന്തകളാണ്. ഇവിടെ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇസ്ലാമിനോട് സ്നേഹമുണ്ടായിരിക്കണം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അപായപ്പെടുത്തുമോ എന്ന് പേടിച്ചിട്ട് കൂടെ പോയി ഒപ്പം ഇരിക്കുകയാണ്. ആലോചിച്ച് നോക്കി, നമ്മൾ കരഞ്ഞു പോകാം മഹത്വമൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ താങ്കളിലുണ്ട്. മിൻഹും മൻ യസ്തമിഊന ഇലൈക, താങ്കളെ ശ്രദ്ധിച്ച് കേൾക്കുന്നവർ അവരിലുണ്ട്. അതിൽ പലരും സ്വീകരിക്കുന്നു. അബൂ താലിബിനെ പോലെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത അബൂലഹബിനെ പോലെയുള്ള നിർഭാഗ്യവാന്മാർ, അബൂജഹലിനെ പോലെയുള്ള നിർഭാഗ്യവാന്മാരൊക്കെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വീകരിക്കുന്നവരുമില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സന്ദേശം കേട്ട് സ്വീകരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ 5-ാം വർഷമൊക്കെ നുബുവത്തിൻ്റെ 5-ാം വർഷമൊക്കെ ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്. ആ സ്വീകരണവും അത്ഭുതമാണ്, കൗതുകകരമാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ്, ഇതൊക്കെ കേട്ട് സ്വീകരിക്കുന്നവരും കേട്ടിട്ട് സ്വീകരിക്കാൻ കഴിയാത്തവരുമായ ആളുകളെ സൂചിപ്പിക്കുകയാണ്. 40-ാമത്തെ ആയത്ത് പറഞ്ഞ മാതിരി അവരിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട് അറിയില്ല. അതാണ് വമിൻഹും, അവരിലുണ്ട് മൻ യസ്തമിഊന ഇലൈക, താങ്കളെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരുണ്ട്. വമിൻ അഫ അൻത തുസ്മിഉ സുമ്മ, താങ്കൾക്ക് ബധിരനെ കേൾപ്പിക്കാനാകുമോ? വലൗ കാനൂ ലാ യഅഖിലൂൻ, അവർ ബുദ്ധി ഉപയോഗിക്കാത്തവരുമാണ്. പിന്നെ പോലെ എങ്ങനെ കേൾപ്പിക്കുക? ഇൻഷാല്ലാഹ് അടുത്ത നാളെ പറയും. 40-ാമത്തെ ആയത്തിനെ അടിസ്ഥാനമാക്കി നമ്മൾ പറയുന്നതാണ്. 41 അടിസ്ഥാനമാക്കിയും ഈ 2 ആയത്തുകളെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ 42 ചെറിയ വിധത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. 43 കൂടി നമുക്ക് നാളെ ഇൻഷാ അല്ലാഹ് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് ഖുർആനിൽ എന്താണോ നീ ഉദ്ദേശിച്ചത് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.